മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ ഡൽഹിയിൽ അന്തിമഘട്ടത്തിലാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ഖർഗെ കൂടിക്കാഴ്ച വൈകിയേക്കും. ഡൽഹിയിൽ നിന്ന് വിനിത വിജയ് ചേരുന്നു. വിനിത, സോണിയാഗാന്ധിക്ക് ഒരു ശസ്ത്രക്രിയ ഉണ്ടെന്ന് കേൾക്കുന്നു, പക്ഷേ അത് മൈനർ ഓപ്പറേഷൻ ആണെന്നും കേൾക്കുന്നുണ്ട്. അതാകുമോ ആ കൂടിക്കാഴ്ച വൈകാനുള്ള കാരണം? അത്തരത്തിലേക്കുള്ളൊരു അനുമാനങ്ങൾ തന്നെയാണ് ഉള്ളത് ഹാഷ്മി. കാരണം സോണിയാഗാന്ധി ആശുപത്രിയിലാണുള്ളത്, ഒരു മൈനർ സർജറിയാണുള്ളത്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്ക് ആശുപത്രിയിൽ പോകേണ്ടതായിട്ടുണ്ട്. അവിടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടത്തിൽ ആ ചർച്ചകൾ വൈകാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ ചർച്ചകൾ പോലും നമുക്ക് ആദ്യഘട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിലൊരു ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള സമയം ഒന്നും തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനഘട്ട ചർച്ചകൾ അത് ഇന്ന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. അതൊരു പ്രൊസീജിയർ എന്ന നിലയിലാണ് ഈ അവസാനഘട്ട ചർച്ചകൾ ഉണ്ടാവുക. അതായത് ഈ ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്ന ആ നിലപാട്, അത് രാഹുൽ ഗാന്ധി ഇന്നലെ ഈ മറ്റ് നേതാക്കളും ഒക്കെയായി ആശയവിനിമയം നടത്തുകയും അവർക്ക് പറയാനുള്ളതൊക്കെ തന്നെ കേൾക്കുകയും ചെയ്തു. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ച് അദ്ദേഹം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും അത് ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെയുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി സംസാരിച്ച് ഒരു ഡിക്ലറേഷനിലേക്ക് അടക്കം, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് അടക്കം എത്തേണ്ടതായിട്ടുണ്ട്. അതൊരു നോർമൽ പ്രൊസീജിയറാണ്. അത് ആദ്യഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി ഉണ്ടാകും, ആ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ സോണിയാഗാന്ധി ആശുപത്രിയിലാണെന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ആ കൂടിക്കാഴ്ച വൈകാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.